ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മസാല പൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മസാല പൊരി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ എണ്ണ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് കുക്കിംഗ് ഓയിലാണോ എടുക്കുന്നത് അത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു എണ്ണ തന്നെ എടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നിലക്കടലയാണ്. ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കപ്പലണ്ടി എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുക്കുന്നത് പച്ച കപ്പലണ്ടിയാണ്. ഇതിന് പകരം വറുത്ത കപ്പലണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ അതും നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതും ഇതുപോലെ വറുത്ത് തന്നെ ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നിലക്കടല നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരിക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറി വരും, പക്ഷേ അകം വെന്തിട്ടുണ്ടാവില്ല. നമുക്ക് കപ്പലണ്ടി നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. നമ്മളിപ്പോൾ വറുത്ത കപ്പലിൻ്റെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് സമയത്ത് വറുക്കേണ്ട ആവശ്യമില്ല. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ കപ്പലണ്ടിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി നന്നായിട്ട് ഇനി ഇതൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇതുപോലെ ഒരു 2.5 കപ്പ് അളവിൽ ഞാനിപ്പോൾ പൊരി എടുത്തിട്ടുണ്ട്. ആ പൊരി ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അരിയിലുള്ള പൊരിയാണ് കേട്ടോ. ഇതിന് പകരം നമ്മുടെ അവൽ പൊരി ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ പൊരി എടുക്കുമ്പോൾ ഉറപ്പായിട്ട് ഇതുപോലെ വറുത്ത് തന്നെ ഒന്ന് ചേർത്തേക്കണം. ഡയറക്റ്റായിട്ട് എടുക്കരുത്. അതായത് നമ്മൾ ഈ പൊരി ഇങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ ഇച്ചിരി ഇതിപ്പോൾ ഹാർഡാണ്, അതായത് നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് വറുത്തെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ടാവും. പൊരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സമയത്തും ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരുപാട് ഫ്ലെയിം വെക്കരുത്. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വറുത്ത് നമ്മുടെ പൊരിയുടെ കളറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. പൊരി നല്ലതുപോലെ തന്നെ മുരിഞ്ഞിട്ടുണ്ടാവണം. അത് നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് അതായത് ഇപ്പോൾ നല്ല ഹാർഡായിട്ടാണ് ഉള്ളത് കേട്ടോ, മുരിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് എടുത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് വരും. ആ ഒരു സമയം വരെ നമ്മളിതുപോലെ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ പൊരിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പൊരി ഒന്ന് കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് വരണം കേട്ടോ. ഇതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇച്ചിരി എരിവുള്ള മുളക് പൊടി തന്നെയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയിലേക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. ചെറിയ രീതിയിൽ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. ചെറിയ സവാളയിൽ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി അളവിൽ മതിയാവും. നമുക്ക് കൂടുതൽ സവാള ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. മീഡിയം സൈസിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുള്ളിൽ ആ ഒരു പൾപ്പൊക്കെ ഏകദേശമൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് തക്കാളിയും ചേർക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുക്കുംബറാണ്. അപ്പോൾ കക്കിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു കക്കിരിയിൽ പകുതി അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം ഇതിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ചേർക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് പച്ചമാങ്ങ ഉണ്ടല്ലോ, ആ പച്ചമാങ്ങ ചേർക്കാം. അതുപോലെ തന്നെ പച്ചമാങ്ങ ഇച്ചിരി നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ട് അത് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ മാങ്ങ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ അത് ചേർക്കാത്തത്. ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. അപ്പോൾ ചെറിയൊരു പുളിപ്പ് ആ മാങ്ങയിൽ നിന്ന് കൂടെ കിട്ടും കേട്ടോ. കൂടെ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ക്യാരറ്റും കൂടി. മീഡിയം സൈസിൽ ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ നാരങ്ങ ജ്യൂസും കൂടിയാണ്. അതും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്.
ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നാരങ്ങ ജ്യൂസ് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉപ്പ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ചേർത്തിരിക്കുന്ന ആ ഒരു ഉപ്പ് ഈ ഒരു സമയമായിരിക്കും കേട്ടോ പിടിക്കുന്നത്. കാരണം അപ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടിരുന്ന സമയത്തല്ലേ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഉപ്പ് ഇപ്പോൾ ഈ ചെറിയൊരു നനവ് തട്ടുമ്പോഴത്തേക്കും നമ്മുടെ പൊരിയിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാം നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത്രയും ആയിക്കഴിയുമ്പോൾ തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതുപോലെ ഒരല്പം മാത്രം മിച്ചറും കൂടി എടുത്തിട്ടുണ്ട്. ആ ഒരു മിച്ചറും കൂടി ചേർക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പിനെസ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നമ്മളത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വേണം ഈ മിച്ചർ കൂടെ ചേർക്കാനായിട്ട്. ഈ മിച്ചറിന് പകരം നമുക്ക് ഓമപ്പൊടി ഉണ്ടല്ലോ, ഓമപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ആ ഓമപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് ഒരു അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, അതായത് മല്ലിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ല അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മസാലപ്പൊരി നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിൻ്റെ ഒരു കാൽഭാഗം പോർഷൻ തന്നെ നമ്മുടെ വയറ് ഫില്ലാവാൻ വേണ്ടിയിട്ട് മതിയാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 3 പേർക്കുള്ളത് ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാ ചേരുവകളും ചേർത്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു അളവിലുണ്ടാവും. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. നോർത്ത് ഇന്ത്യയിലേക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ മസാലപ്പൊരി എന്ന് പറയുന്നത്. ഇതുപോലെ ഉണ്ടാവും കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. നമുക്ക് സ്നാക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ സ്നാക്കായിട്ട് ഒരു ചായക്കൊപ്പം സൂപ്പറായിട്ടുണ്ടാവും. ഇതുവരെ ഇതുപോലെ നമ്മുടെ പൊരി വെച്ച് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.